ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതിയായ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ സ്വാഭാവിക ജാമ്യഹർജി വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ദ്വാരപാലക ശില്പക്കേസിലാണ് റിമാൻഡ് 90 ദിവസം പൂർത്തിയായത് ജാമ്യഹർജി സമർപ്പിച്ചത്. കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ച KS ബൈജുവിന് രണ്ടാമത്തെ കേസിലും ജാമ്യം ലഭിച്ചാലുടൻ ജയിൽ മോചിതനാകും. കഴിഞ്ഞ നവംബറിലാണ് തിരുവാഭരണം മുൻ കമ്മീഷണറായ KS ബൈജുവിനെ കട്ടളപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. പിന്നാലെ ദ്വാരപാലക ശില്പക്കേസിലും പ്രതി ചേർത്തു. ശബരിമലയിൽ സ്വർണ്ണക്കവർച്ച നടന്ന സമയത്തെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ KS ബൈജുവിനും പങ്കുണ്ടെന്ന് കാട്ടിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. റിമാൻഡിൽ കഴിഞ്ഞു വന്ന ബൈജുവിന് കട്ടളപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയായതിനെ തുടർന്ന് ഫെബ്രുവരി 12-ന് വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡ് തുടർന്നതിനാൽ ജയിൽ മോചിതനായില്ല. കഴിഞ്ഞ ദിവസമാണ് കേസിൽ 90 ദിവസം റിമാൻഡ് പൂർത്തിയാകുന്നത്. ഇതോടെ സ്വാഭാവിക ജാമ്യ ഹർജിയുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചു. ഇന്ന് ഹർജി പരിഗണിക്കുന്ന വിജിലൻസ് കോടതി SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ബൈജുവിനും സ്വാഭാവിക ജാമ്യം നൽകും. ഇതോടെ KS ബൈജുവും ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങും. കേസിൽ ഇതുവരെ 6 പ്രതികൾ ജയിൽ മോചിതരായി. ഇതിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 4 പേർ സ്വാഭാവിക ജാമ്യം നേടിയാണ് പുറത്തിറങ്ങിയത്. അതേസമയം ദേവസ്വം മുൻ പ്രസിഡന്റ് A പത്മകുമാറിനും കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. മാർച്ച് ആദ്യവാരം ദ്വാരപാലക ശില്പക്കേസിലും പത്മകുമാറിന് ജാമ്യം ലഭിക്കും. കേസിലെ മറ്റൊരു പ്രതിയായ KP ശങ്കർദാസ് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യഹർജിയിൽ മാർച്ച് 2-നാണ് വിധി പറയുക. ജനം, കൊല്ലം.